വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ മണ്ഡോദരിയുടെ വാക്കുകളാണല്ലോ. അപ്പം നമ്മളിതിൽ പിന്നെ എന്താണ്, ഈ രാമൻ തന്നെയാണ് വാമനമൂർത്തിയായി വന്ന് 3 അടി കൊണ്ട് ലോകളന്ന് മഹാബലിയെ ബന്ധിച്ച് ദേവേന്ദ്രന് സ്വർഗം തിരിച്ചു കൊടുത്തത് എന്നാ പറഞ്ഞു. 50-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചെയ്തത്. ഇനി 51 ചെയ്യാം. രാക്ഷസാ ക്ഷത്രിയാകാരാ ജാതാ ഭൂമിർഭരാവഹ താൻ ഹത്വാ ബഹുശോ രാമോ ഭുവം ജിത്വാ ഹ്യദാൻമുനി. ഭൂമിക്ക് ഭരാവഹ രാക്ഷസാഹ ജാത, അതായത് ഭാരത്തെ ഉണ്ടാക്കുന്ന രാജാക്കന്മാർ രാമൻ താൻ ബഹുശാഹത്വ, അവരെ 21 പ്രാവശ്യം അല്ലേ പരശുരാമനെ ഹനിച്ചിട്ട് ഭുവം ജിത്വ, ഭൂമിയെ ജയിച്ചിട്ട് മുനിക്കായിക്കൊണ്ട് അത് ദാനം ചെയ്തു. അതായത് രാക്ഷസന്മാരെ പോലെ സ്വഭാവമുള്ളവർ ക്ഷത്രിയന്മാരായി ജനിച്ച് ഭൂമിക്ക് ഭാരമായി തീർന്നപ്പോൾ പരശുരാമനായി അവതരിച്ച് 21 പ്രാവശ്യം ക്ഷത്രിയന്മാരെ സംഹരിച്ച ശേഷം ഭൂമിയെ കശ്യപ മുനിക്ക് നൽകിയതും ഈ രാമൻ തന്നെയാണ്. പരശുരാമൻ്റെ അവതാരം അല്ലേ. പരശുരാമൻ 21 വട്ടം ക്ഷത്രിയന്മാരെ കൊന്ന് പിന്നെ അവയവന് വേണ്ടിയിട്ടൊന്നുമല്ല, ആ ഭൂമി കശ്യപന് കൊടുത്തും ചെയ്തു. അല്ലെങ്കിൽ ഭൂമി ഭാരം, ചീത്ത രാജാക്കന്മാരുടെ ഭാരം തീർത്തു. അത് അങ്ങനെ പരശുരാമനായി അവതരിച്ചതും ഈ രാമൻ തന്നെയാണ്. രാക്ഷസാ ക്ഷത്രിയാകാരാ ജാതാ ഭൂമിർഭരാവഹ താൻ ഹത്വാ ബഹുശോ രാമോ ഭുവം ജിത്വാ ഹൃദാൻമുനേഃ. 52 സ ഏവ സാമ്പ്രതം ജാതോ രഘുവംശേ പരാൽപര ഭവദർത്ഥേ രഘുശ്രേഷ്ഠോ മാനുഷത്വമുപാഗത. സ പരാൽപര ഏവ, ആ പരമാത്മാവ് തന്നെ ഭവദർത്ഥേ, ഇപ്പോൾ അങ്ങയെ നിഗ്രഹിക്കാനായിക്കൊണ്ട് സാമ്പ്രതം ചാൽ ഇപ്പോൾ രഘുവംശത്തിൽ മാനുഷത്വം ഉപാഗത, രഘുശ്രേഷ്ഠ മനുഷ്യരൂപിയായിട്ട് ശ്രീരാമനായിട്ട് അവതരിച്ചിരിക്കുന്നു. ജാത മീൻസ് ജനിച്ചിരിക്കുന്നു. അപ്പോൾ പരശുരാമനെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ശ്രീരാമൻ തന്നെയാണ് പറയണത്. ഇപ്പോൾ പരമാത്മാവായിട്ടുള്ള ആ ആദിപുരുഷൻ തന്നെയാണ് അങ്ങയെ നിഗ്രഹിപ്പാനായിട്ട് മനുഷ്യഭാവത്തെ സ്വീകരിച്ച് ദശരഥ രാജാവിൻ്റെ മകനായി ശ്രീരാമചന്ദ്രനായി അവതരിച്ചിരിക്കുന്നതും അതേ ഭഗവാൻ തന്നെയാണ്, ആ രാമൻ തന്നെ. സ ഏവ സാമ്പ്രതം ജാതോ രഘുവംശേ പരാൽപരാ ഭവദർത്ഥേ രഘുശ്രേഷ്ഠോ മാനുഷത്വമുപാഗതഃ. തസ്യ ഭാര്യ കിമർത്ഥം വാ ഹൃതാ സീതാവനാദ് ബലാദ് മമ പുത്രവിനാശാർത്ഥം സ്വസ്യാപി നിധനായ ച. മമ, എൻ്റെ പുത്രവിനാശാർത്ഥം, പുത്രന്മാരുടെ, അതായത് പക്ഷകുമാരനെയും ഇന്ദ്രജിത്തിനെയും കൊന്നുല്ലോ, മേഘനാഥനെ 2 ആളെയും കൊന്നുല്ലോ, എൻ്റെ പുത്രൻ്റെ വിനാശത്തിനും സ്വസ്യ അഭി, തൻ്റെയും നിധനായ ച, ഈ മരണത്തിനുമായിട്ട് തസ്യ ഭാര്യ സീത, അവൻ്റെ ഭാര്യയായ സീത കിമർത്ഥം, എന്തിനായി കൊണ്ടുവന്നു, വനത്തിൽ നിന്ന് ബലാദ് ബലാത്കാരം കൊണ്ട് തന്നെ ആഹൃത അപഹരിക്കപ്പെട്ടവളാണ്. വാഹൃത എന്നാണ് കേട്ടോ. അപ്പോൾ ആഹൃത അപഹരിക്കപ്പെട്ടവളാണ്. അതായത് എന്താ പറഞ്ഞാൽ വെച്ചാൽ ആ ഭഗവാന്റെ ഭാര്യയായിട്ടുള്ള ഇതൊക്കെ പറഞ്ഞല്ലോ അവതരിച്ചിട്ട് എല്ലാ 8 അവതാരവും പറഞ്ഞു അല്ലേ. 9 കൃഷ്ണനാണല്ലോ, 10 കൽക്കി. അപ്പം 8 അവതാരം പറഞ്ഞിട്ട് പറഞ്ഞു ഈ അതേ പരമാത്മാവായിട്ടുള്ള ആ ഭഗവാന്റെ ഭാര്യയായിട്ടുള്ള സീതയെ ബലാത്കാരേണ ആ കാട്ടുന്ന എൻ്റെ പുത്രന്മാരുടെയും, അതായത് അക്ഷകുമാരൻ്റെയും മേഘനാഥൻ്റെയും ഇന്ദ്രജിത്തിൻ്റെയും
മാത്രല്ല അങ്ങയുടെ നാശത്തിനായിക്കൊണ്ട് എന്തിനാണ് ഇങ്ങനെ അപഹരിച്ചു കൊണ്ടുവന്നത് ചോദിക്കുകയാണ്. ഈ പറഞ്ഞ ആ പരമപുരുഷനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ ഭാര്യയെ അങ്ങ് ബലാത്കാരമായിട്ട് കാട്ടുന്ന പിടിച്ചു കൊണ്ടുവന്നു. അതിപ്പോൾ എന്തിനാ ശരിക്കും അങ്ങനെ കൊണ്ടുവന്നു വെച്ചാൽ എൻ്റെ മക്കളുടെയും അങ്ങയുടെയും നാശത്തിനായിട്ട് തന്നെയാണ്. എന്തിനാ അങ്ങനെ എൻ്റെ മക്കളുടെയും അങ്ങയുടെ തന്നെ നാശത്തിനായിട്ട് കൊണ്ട് എന്തിനാണ് ആ പരമാത്മാവായിട്ടുള്ള ശ്രീരാമഭഗവാന്റെ സീതയെ, ഭാര്യ പത്നിയായിട്ടുള്ള സീതയെ എന്തിനാണ് കാട്ടിൽ നിന്ന് ബലാത്കാരമായിട്ട് അപഹരിച്ചു കൊണ്ടുവന്നത്? അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ മക്കൾ മരിച്ചു കഴിഞ്ഞു, അങ്ങയുടെ നാശം അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാണ്. തസ്യ ഭാര്യ കിമർത്ഥം വാ, എന്തിനാ കൊണ്ടതാണ്? കിമർത്ഥം എന്തിനു വേണ്ടിയിട്ട്? ഹൃത വാ ആഹൃത വാ ഹൃത സീതാ വനാദ്ബലാൽ മമ പുത്ര വിനാശാർത്ഥം സ്വസ്യാഭി നിധനായ ച. കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഉണ്ടായത്. അങ്ങ് കൊടുന്നുകൊണ്ടാണ് ഇത് ഉണ്ടായത്. അങ്ങ് ഇങ്ങനെ കട്ടുകൊണ്ടുവന്നുകൊണ്ടാണ് ഇങ്ങനൊരു ആപത്ത് നമുക്ക് വന്നതാ പറയുകയാണ്. അതായത് ഇനിയെങ്കിലും ഈ ആപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അതാവും പറയാൻ പോണേ. ഇതപ്പരം വാ വൈദേഹീം പ്രേഷയസ്വരഘുത്തമേ വിഭീഷണായ രാജ്യം തു ദത്വാ ഗച്ഛാമഹേ വനം. ഇതപ്പരം ഇനിയെങ്കിലും വൈദേഹീം, അതായത് സീതയെ രഘുത്തമേ രഘുശ്രേഷ്ഠനിൽ പ്രേഷയിസ്വ, കൊടുത്താലും രഘുശ്രേഷ്ഠന് അർപ്പിച്ചാലും സീതയെ രാജ്യം തൂര, എന്നിട്ട് ഈ ലങ്കാരാജ്യത്തിനെ വിഭീഷണന് ദത്വ കൊടുത്തിട്ട് വനം ഗച്ഛാമഹേ, നമുക്ക് വനത്തിലേക്ക് പോവാം, നമുക്ക് ഇനി വാനപ്രസ്ഥം ചെയ്യാമെന്ന് പറയണം. ഇനിയെങ്കിലും സീതയെ രാമന് നൽകിയിട്ട് ഈ രാജ്യത്തെ വിഭീഷണം നൽകിയിട്ട് നമുക്ക് കാട്ടിലേക്ക് പോവാം. പാവം പിന്നെ അങ്ങനത്തെ അതിമോഹമൊന്നുമില്ല മണ്ടോദരിക്ക്. സീത തിരിച്ചു കൊടുക്കൂ, ഇത് ഭഗവാൻ തന്നെയാണ്. എന്നിട്ട് തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് രാജ്യം വേണ്ട, വിഭീഷണ രാജ്യം കൊടുത്ത് നമുക്ക് ഇനി വാനപ്രസ്ഥത്തിന് പോവാമെന്ന് പറയണം. ഇതപ്പരം വാ വൈദേഹീം പ്രേഷയസ്വരഘുത്തമേ വിഭീഷണായ രാജ്യം തുദത്വാ ഗച്ഛാമഹേ വനം. ഞാൻ 85 മണ്ടോദരിയുടെ വാക്ക് കേട്ടിട്ടേ ഒട്ടും സമ്മതമാവില്ല രാവണൻ നമുക്ക് ഊഹിച്ചറിയാലോ. മണ്ടോദരി വചശ്രുത്വാ രാവണോ വാക്യമബ്രവീത് കഥം ഭദ്രേ രണേ പുത്രാൻ ഭ്രാതൃൻ രാക്ഷസമണ്ഡലം ഘാതയിത്വാ രാഘവേണ ജീവാമി വനഗോചര. മണ്ടോദരി വചശ്രുത്വ, മണ്ടോദരിയുടെ വാക്കിനെ കേട്ടിട്ട് രാവണ വാക്യം അബ്രവീത്, രാവണൻ ഇപ്രകാരം പറഞ്ഞു. എന്താ? ഭദ്രേ വിളിക്കുകയാണ്. ഭദ്രേ രണേ, അതായത് യുദ്ധത്തിൽ പുത്രാൻ മക്കളെയും ഭ്രാതൃൻ അനുജന്മാരെയും രാക്ഷസമണ്ഡലം രാക്ഷസമൂഹത്തെയും രാഘവേണ രാമനെ കൊണ്ട് ഘാതയിത്വ എല്ലാവരെയും കൊന്നു. എൻ്റെ 2 മക്കളെ കൊന്നു, കുംഭകർണനെ കൊന്നു ഇല്ലേ, പിന്നെ ശൂർപ്പണഖയെ അച്ഛ വിരൂപയാക്കി, അനവധി എൻ്റെ രാക്ഷസന്മാരെ കൊന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഘാതയിത്വ വധിച്ചിട്ട് വനഗോചര എങ്ങനെ വനത്ത് പോവുക? കഥം ജീവാമി, അങ്ങനെയൊക്കെ നമ്മളെങ്ങനെ വനത്ത് പോവുക? അങ്ങനെയൊക്കെ ചെയ്ത ഒരാളെ വിട്ടിട്ട് വനത്തിൽ പ്രതികാരം ചെയ്യാണ്ട് വനത്തിലേക്ക് പോകാൻ പറ്റുമെന്ന്. അതായത് മണ്ടോദരി പറഞ്ഞത് കേട്ടിട്ട് രാവണൻ പറഞ്ഞു, ഭദ്രേ യുദ്ധത്തിൽ നമ്മുടെ പുത്രന്മാരെയും സഹോദരന്മാരെയും എൻ്റെ ആശ്രിതന്മാരായിട്ടുള്ള രാക്ഷസന്മാരെയും രാമനെ കൊണ്ട് വധിപ്പിച്ച ശേഷം ഞാൻ കാട്ടിൽ ചെന്ന് ജീവിക്കുക എന്നുള്ളത് ഒരു ശരിയായ കാര്യമാണോ? അങ്ങനെ വയ്ക്കുമോ? ഇതെല്ലാം ഇട്ടിട്ട് തോറ്റു എന്ന് സമ്മതിച്ചിട്ട് പൂവ് വയ്ക്കുമെന്നാണ്. മണ്ടോദരി വചശ്രുത്വാ രാവണോ വാക്യമബ്രവീത് കഥം ഭദ്രേ രണേ പുത്രാൻ ഭ്രാതൃൻ രാക്ഷസമണ്ഡലം ഘാതയിത്വാ രാഘവേണ ജീവാമി വനഗോചരേ. എന്നിട്ട് ഞാൻ വനത്ത് പോയി ജീവിക്കുക, അങ്ങനെ പറ്റുമോ? അപ്പോൾ 86 രാമേണ സഹയോത്സ്യാമി രാമബാണൈ സുശീഘ്രഗൈ വിദാര്യമാണോ യാസ്യാമി ത്വദ്വിഷ്ണോ പരമം പദം. അതൊക്കെ അറിയാം രാവണനെ. രാമേണ സഹ, രാമനോട് കൂടെ യോത്സ്യാമി, ഞാൻ യുദ്ധം ചെയ്യാൻ തന്നെ പോവുകയാണ്. സുശീഘ്രഗൈഹി രാമബാണൈഹി, അതിവേഗതയുള്ള രാമബാണങ്ങളാൽ വിദാര്യമാണ്, ഞാൻ പിളർക്കപ്പെട്ടവനാവും. എന്നിട്ടോ അപ്പം എനിക്ക് വിഷ്ണുവിൻ്റെ പരമം ഉത്കൃഷ്ടമായ തത്പദം, ആ സ്ഥാനത്തെ ഞാൻ പ്രാപിക്കും. അതൊക്കെ അറിയാൻ രാവണൻ. എന്താ പറഞ്ഞത്? ഞാൻ തോറ്റോടിയിട്ട് ഇനിയിപ്പോൾ പിന്നെ വാനപ്രസ്ഥത്തിനൊന്നും പോകണില്ല. രാമനോട് യുദ്ധം ചെയ്ത് അതിവേഗതയോടുകൂടി വരുന്ന രാമൻ്റെ ബാണങ്ങളാൽ പിളർക്കപ്പെടുന്ന ഞാൻ
അതായത് നിഗ്രഹിക്കപ്പെടുന്ന ഞാൻ വിഷ്ണുവിൻ്റെ പരമപദത്തെ പ്രാപിക്കും. അതാണപ്പം ഞാൻ ഉദ്ദേശിക്കണ പറഞ്ഞു. ഞാൻ പോണില്ല. ഞാൻ രാമനോട് എതിർത്ത് യുദ്ധം ചെയ്ത് രാമൻ്റെ കൈകൊണ്ട് തന്നെ ഞാൻ മരണമടഞ്ഞ് ഞാൻ വിഷ്ണുപദം പ്രാപിക്കുന്നു. രാമേണ സഹയോത്സ്യാമി രാമബാണൈ സുശീഘ്രഗൈ വിദാര്യമാണോ യാസ്യാമി തദ്വിഷ്ണോ പരമം പദം ജാനാമി രാഘവം വിഷ്ണും ലക്ഷ്മീം ജാനാമി ജാനകീം ഒക്കെ അറിയാം. ജ്ഞാത്വൈവ ജാനകി സീതാമയാനീതാവനാത് ബലാൽ. രാമനെ വിഷ്ണും ജാനാമി, ഞാൻ വിഷ്ണുവാണെന്ന് അറിയുന്നു. ജാനകിയും ജനകപുത്രിയെ ലക്ഷ്മിയും ജാനാമി, ലക്ഷ്മിയാണെന്നറിയുന്നു. ജ്ഞാത്വായേവ, അറിഞ്ഞിട്ട് തന്നെയാണ് മയ, എന്നാൽ ജാനകി സീത, ജനകപുത്രിയായിട്ടുള്ള സീതയെ വനാത്, വനത്തിൽ നിന്ന് ബലാദ് ആനീത, ഞാൻ ബലാൽക്കാരെയാണ് കൊള്ളുന്നത്. ശ്രീരാമൻ മഹാവിഷ്ണുവാണെന്നും ജാനകി ലക്ഷ്മി ദേവിയാണെന്നും അറിഞ്ഞും കൊണ്ട് തന്നെയാണ് ഞാൻ വനത്തുനിന്ന് സീത ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. ജാനാമി രാഘവം വിഷ്ണും ലക്ഷ്മിയും ജാനാമി ജാനകിയും ജ്ഞാത്വൈവ, അറിഞ്ഞിട്ട് തന്നെയാണ്. ജാനകി സീത മയാ അനീത, ഞാൻ എന്നാൽ കൊണ്ടുവരപ്പെട്ടു. ആര്? എവിടുന്ന്? വനാത് ബലാത്, ബലാൽക്കാരാണ് കൊണ്ടുവന്നതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ. രാമേണ നിധനം പ്രാപ്യ യാസ്യാമിതി പരം പദം വിമുച്യത്വാം തു സംസാരാത് ഗമിഷ്യാമി സഹപ്രിയേ. രാമനാൽ നിധനം പ്രാപ്യ മീൻസ് മരിച്ചിട്ട്, രാമൻ്റെ കൈകൊണ്ട് മരിച്ചിട്ട്, ത്വാം വിമുച്യ, നിന്നെ മോചിപ്പിച്ചിട്ട്, സംസാരാത്, ഈ സംസാരത്തിൽ നിന്ന്, പരം പദം, എനിക്ക് ഇനി ഈ ജനന മരണ ചക്രത്തിൽ ചുറ്റിത്തിരിയാണ്ടാത്ത അവസ്ഥയായിട്ടുള്ള പരമപദത്തെ യാസ്യാമി, ഞാൻ പോട്ടെ പരമപദത്തിലേക്ക്. ഇതി എന്ന വിചാരത്താൽ പ്രിയേ, ഹേ പ്രേയസി, സഹഗമിഷ്യാമി, കൂടെ പോകുന്നു എന്ന്. എന്താ പറയുക പറഞ്ഞേ, രാമൻ്റെ കൈകൊണ്ട് എനിക്ക് മരണം ലഭിച്ചിട്ട് ഞാൻ വൈകുണ്ഠത്തിലേക്ക് പോവാം, അതായത് എനിക്ക് പുനരാവർത്തിരഹിതമായ മോക്ഷം അപ്പം എനിക്ക് ലഭിക്കും എന്ന വിചാരത്തോടു കൂടി തന്നെയാണ് ഞാൻ സീതയെ കൊണ്ടുവന്നത്. ഹേ പ്രിയേ, നിന്നെ ഉപേക്ഷിച്ച് ഈ സംസാരത്തെ വെടിഞ്ഞ് മരണമടഞ്ഞ ബന്ധുക്കളോടുകൂടി ഞാനും ഇതാ പോകുന്നേ എന്ന് പറഞ്ഞു. എല്ലാം അറിഞ്ഞിട്ടാണ് രാവണനെ. രാമൻ്റെ കൈകൊണ്ട് മരിക്കണം വെച്ചിട്ട് തന്നെയാണ്. മരിച്ചാൽ പുനരാവർത്തിരഹിതമായിട്ടുള്ള മോക്ഷം വൈകുണ്ഠത്തിൽ നിന്ന് പ്രാപിക്കാം. അപ്പം നിന്നെയും വെടിഞ്ഞ്, എല്ലാവരെയും വെടിഞ്ഞ് ഞാൻ എൻ്റെ നിഗ്രഹിക്കപ്പെട്ട നാട്സന്മാരോടുകൂടി ബന്ധുക്കളോടുകൂടി ഞാൻ പോകുന്നു. മക്കളുടെയൊക്കെ കൂടെ അവരൊക്കെ പോയില്ലോ എന്ന് പറഞ്ഞു. അത്ഭുതാവില്ലേ? രാമേണ നിധനം പ്രാപ്യ യാസ്യാമിതി പരം പദം വിമുച്യത്വാം തു സംസാരാത്, സംസാരത്തിനെയും വിട്ട് നിന്നെയും വിട്ട് ഗമിഷ്യാമി സഹപ്രിയേ. പരാനന്ദമയീ ശുദ്ധ സേവ്യതേയാ മുമുക്ഷുഭി താം ഗതിം തു ഗമിഷ്യാമി ഹതോ രാമേണ സംയുഗേ. ശുദ്ധ മീൻസ് ശുദ്ധവും, യാ പരാനന്ദമയി പരമാനന്ദ സ്വരൂപനും, മുമുക്ഷുഭി മുമുക്ഷുക്കൾക്ക് സേവ്യത മുമുക്ഷക്കളാൽ സേവിക്കപ്പെടുന്നവനും, സംയുഗെ യുദ്ധത്തിൽ രാമേണ ഹത രാമനാൽ നിഗ്രഹിക്കപ്പെട്ടവനായിട്ട്, താം ഗതിം തു ആ ഗതിയെ തന്നെ ഗമിഷ്യാമി ഞാൻ ഗമിക്കുന്നേ. എന്താ പറഞ്ഞു വെച്ചാൽ ശുദ്ധ സത്വസ്വരൂപമായ യാതൊരു പരമാനന്ദ പദം, അതായത് വൈകുണ്ഠം തന്നെ, അതായത് അവിടെ ദുഃഖങ്ങളൊന്നുമില്ലല്ലോ, ദുഃഖമില്ല, രജസ്തമോ ഗുണങ്ങളൊന്നുമില്ല. ശുദ്ധ സത്വസ്വരൂപമായിട്ടുള്ള ഏതൊരു പരമാനന്ദ പദം മുമുക്ഷക്കളാൽ ആഗ്രഹിക്കുന്നുവോ ആ ലോകത്തെ രാമനാൽ വധിക്കപ്പെട്ടാൽ എനിക്ക് പ്രാപിക്കാമെന്ന്. അങ്ങനത്തെ ലോകത്തെ ഞാൻ പ്രാപിക്കുന്നേ അത് പറയാണ്. അതായത് വൈകുണ്ഠത്തിൽ എന്താണ്? വികുണ്ഠമാണ്, അതായത് ദുഃഖമില്ല അവിടെ, അല്ലേ? പരമാനന്ദ പദമാണ്, ശുദ്ധ സത്വ ആയിട്ടുള്ള പരമാനന്ദ പദമാണ് വൈകുണ്ഠപദം. ആ വൈകുണ്ഠപദമാണ് മുമുക്ഷുക്കളൊക്കെ ആഗ്രഹിക്കുന്നത്. മോക്ഷം വേണവർ മുഴുവൻ ആഗ്രഹിക്കുന്നതാണ്. ആ പദത്തെ രാമൻ്റെ കൈകൊണ്ട് നിഗ്രഹിക്കപ്പെട്ടാൽ ഞാൻ മുമുക്ഷുക്കളൊക്കെ ആഗ്രഹിക്കുന്ന ആ വൈകുണ്ഠപദം അല്ലെങ്കിൽ പരമാനന്ദ പദം ഞാൻ പ്രാപിക്കും. പരാനന്ദമയീ ശുദ്ധ സേവ്യതേയാ മുമുക്ഷുഭി താം ഗതിം തു ഗമിഷ്യാമി ഹതോ രാമേണ സംയുഗേ. ഇനി 60. പ്രക്ഷാള്യ കൽമഷാണീഹ മുക്തിം യാസ്യാമി ദുർലഭം. ഈ ലോകത്തിൽ കൽമഷം പാപങ്ങളെ പ്രക്ഷാള്യ
കഴുകിക്കളഞ്ഞിട്ട് ദുർലഭം മുക്തി, ദുർലഭമായ മുക്തിയെ യാസ്യാമി എനിക്ക് കിട്ടും, മുക്തിക്ക് എനിക്ക് കിട്ടൂല. അതാണ് ഈ രാക്ഷസ ശരീരം, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് രാക്ഷസ ശരീരമാണല്ലോ. ഈ രാക്ഷസ ശരീരം കൊണ്ട് ചെയ്തിരിക്കണ എല്ലാ പാപങ്ങളെയും, അതാണ് കൽമഷം എന്ന് പറഞ്ഞത്, പാപങ്ങളെയും രാമനാമസ്മരണ കൊണ്ടും, രാമനെ നേരിട്ട് കാണുകയും ചെയ്യലോ, രാമനെ കണ്ടിട്ടുമൊക്കെ രാമബാണം എന്നെ നിഗ്രഹിക്കും ചെയ്താൽ ദുർലഭമായ മുക്തി എനിക്ക് ലഭിക്കും. എളുപ്പമൊന്നുമല്ല മുക്തി കിട്ടാൻ. ആ ദുർലഭമായിട്ടുള്ള മുക്തി രാമബാണം എന്നെ സ്പർശിക്കുമ്പോൾ എനിക്ക് ലഭിക്കും. അതാണ് പറഞ്ഞത്. ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. രാക്ഷസ ശരീരം എടുത്തിട്ടല്ലേ ഞാൻ ജനിച്ചത്. അപ്പോൾ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പാപങ്ങളൊക്കെ ഈ ശ്രീരാമൻ്റെ ബാണങ്ങൾ എന്നെ സ്പർശിക്കുമ്പോൾ കഴുകിക്കളയപ്പെടും. എൻ്റെ പാപങ്ങളൊക്കെ നശിക്കും. അങ്ങനെ ഞാൻ എത്രയോ വിഷമുള്ള ആ ദുർലഭമായിട്ടുള്ള മുക്തിയെ ഞാൻ പ്രാപിക്കും. പ്രക്ഷാല്യ, അതാണ് പ്രക്ഷാളനം ചെയ്താൽ കഴുകിക്കളയും എൻ്റെ എല്ലാ പാപങ്ങളെയും. രാമൻ്റെ കൈകൊണ്ട് മരിക്കുമ്പോഴേ കൽമഷാനീഹ മുക്തിം യാസ്യാമി ദുർലഭം, അങ്ങനെ എനിക്ക് ദുർലഭമായിട്ടുള്ള മുക്തി കിട്ടും. ഈ 10ാം സർഗത്തിലത്തെ അവസാനത്തെ ശ്ലോകമാണ് 61. ക്ലേശാദി പഞ്ചകതരംഗയുതം ഭ്രമാഢ്യം താരാത്മജാപ്തധനബന്ധുജഷാഭിയുക്തം ഔർവാനലാഭനിജരോഷമനംഗജാലം സംസാരസാഗരമതീത്യ ഹരിം വ്രജാമി. ക്ലേശാദി പഞ്ചക തരംഗയുതം, ക്ലേശാദി പഞ്ചകങ്ങളാകുന്ന തിരമാലകളുള്ളത്, അതായത് അവിദ്യകളാകുന്ന തിരമാല എന്നർത്ഥം. അവിദ്യ, ഇഗ്നറൻസ് ആകുന്ന തിരമാലകളുള്ളത്. അതായത് എന്തൊക്കെയാണ് ക്ലേശാദി പഞ്ചക അറിയോ? അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശമാണ്. അവിദ്യ വെച്ചാൽ ഇഗ്നറൻസ് തന്നെ. പിന്നെ അതായത് നമ്മൾ ദേഹമാണെന്നുള്ള തോന്നലേ. അസ്മിത വെച്ചാൽ ആത്മാവില്ല, ഈ കാണുന്ന ദേഹമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നതാണ് അസ്മിത. അതും ഇഗ്നറൻസ് തന്നെയാണ്. പക്ഷേ എല്ലാറ്റിനെയും കൂടി അജ്ഞാനെന്ന് പറയാം. പക്ഷേ ദേഹാഭിമാനത്തിനെയാണ് സാധാരണ പിന്നെ അവിദ്യ എന്ന് ചിലപ്പോൾ പറയുക. അസ്മിത വെച്ചാൽ ഈ ശരീരം കഴിഞ്ഞിട്ട് ആത്മാവില്ല എന്നുള്ളൊരു ബോധം. അഭിനിവേശം വെച്ചാൽ എന്താ വെച്ചാൽ മരണത്തിനുള്ള ഭയമാണത്രേ. പിന്നെ ഭ്രമാഢ്യ, അതായത് പിന്നെ എന്താണ്, അതെ, അതിന് ഭ്രമിച്ചിട്ടേ. പിന്നെ രാഗം ദ്വേഷമൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെയുള്ളതാണ്, അങ്ങനത്തെ തിരമാലകളാണെന്നാണ് പറയണത് കേട്ടോ. ഇനി ഭ്രമാഢ്യം എന്ന് പറയുന്നത്, ഭ്രമാഢ്യം വെച്ചാൽ ഭ്രമം കൊണ്ട് പൂർണ്ണമായിട്ടുള്ളത്. ഭ്രമാഢ്യം എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും അധികം എന്നല്ലേ. അപ്പോൾ ഏറ്റവും ഭ്രമമുള്ളതും. പിന്നെ ദാരാത്മജാപ്ത ധനബന്ധു ജഷാഭിയുക്തം, അതായത് പിന്നെ ഈ അതായത് ഭാര്യ, പുത്രന്മാർ, ആപ്തന്മാർ, ധനം, ബന്ധുക്കളൊക്കെ ആ സംസാര സാഗരത്തിലത്തെ മത്സ്യങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ ജലജീവികൾ. ഈ ഭ്രമാണ് ചുഴി ആ സംസാരത്തിലത്തെ. പിന്നെ ഔർവാനലാഭ നിജരോഷം, അതായത് ഈ ബടവാഗ്നിക്ക് ഈ എന്താ പറയുക, കാലാഗ്നി ഉണ്ടല്ലോ, അതായത് പ്രളയത്തിൻ്റെ സമയത്തുണ്ടാകുന്ന അഗ്നിക്ക് തുല്യമായ ക്രോധത്തോടു കൂടിയത്, അനംഗജാലം, മന്മഥനാകുന്ന വലയുള്ളതുമായ സംസാരസാഗരം, സംസാരമാകുന്ന സമുദ്രത്തെ അതീത്യ കടന്നിട്ട് അല്ലെങ്കിൽ അതിക്രമിച്ചിട്ട് ഹരിം വ്രജാമി, ഞാൻ ഹരിയെ പ്രാപിക്കട്ടെ. എന്താ അറിവാല്ലേ, എന്താ പറഞ്ഞറിയോ? അവിദ്യയാകുന്ന തിരമാലകളുടെ ഇളക്കത്തോടും പിന്നെയോ ആത്മാവാണ് ദേഹാണ് ഞാൻ എന്ന തെറ്റായ ഭ്രമം ആകുന്ന ചുഴികളോടും ഭാര്യാപുത്രാദികളാകുന്ന മത്സ്യങ്ങളോടും ക്രോധമാകുന്ന അഗ്നിയോടും മന്മഥനാകുന്ന ബന്ധനം, അതായത് കാമം കൊണ്ടുള്ള ബന്ധനം കൊണ്ടും കൂടിയ സംസാരമാകുന്ന സമുദ്രത്തെ അതിക്രമിച്ചിട്ട് ഞാൻ ഭഗവാനെ പ്രാപിക്കുന്നേ എന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ സംസാരത്തിന് ഒരു സമുദ്രമായിട്ട് നമ്മൾ പറയൂലോ, സംസാര സാഗരം. ആ സമുദ്രത്തിലത്തെ തിരമാലകളാണ് നമ്മൾ പറഞ്ഞ ഈ 5 അവിദ്യകൾ. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം. അതാണ് ആ 5 എണ്ണം ആണ്
സംസാരസാഗരത്തെ തിരമാലകൾ, അതിനെ ഒന്നിച്ച് പറയാം അവിദ്യ എന്ന് പറയാം. അവിദ്യയാകുന്ന തിരമാല. പിന്നെയോ അതിങ്ങനെ ഇളകുണ്ടല്ലോ, അപ്പോൾ തിരമാല ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ നമുക്ക് ഈ ദേഹാഭിമാനം, അങ്ങനെ തെറ്റായ ബോധം ഉണ്ടല്ലോ, ആത്മാവല്ല ഞാൻ ദേഹമാണെന്നുള്ള അഭിമാനം ആണത്ര ചുഴി, വലിയ ചുഴിയാണ്. പിന്നെ ഭാര്യ, പുത്രൻ, നമ്മൾക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ള ധനം, അങ്ങനത്തെ ഒക്കെയാണ് അത്ര അതിലത്തെ വലിയ വലിയ മത്സ്യങ്ങൾ അല്ലെങ്കിൽ ജലജീവികൾ. പിന്നെ ഈ എന്താ പറയുക, പ്രളയത്തിൻ്റെ സമയത്തുണ്ടാകുന്ന അഗ്നിയാണ് ബടവാഗ്നി. അത് സമുദ്രത്തിൻ്റെ അടിയിലുണ്ടെന്നാണ് പറയുക. ആ ക്രോധമാകുന്ന അഗ്നിയോടും പിന്നെയോ ഈ കാമം കൊണ്ടുണ്ടാകുന്ന ആ വല, ബന്ധനം, നമുക്ക് ഒന്ന് പുറത്തേക്ക് വരാൻ പറ്റാത്ത അത്രയുള്ള വലിയ ബന്ധനത്തോടും കൂടിയിട്ടുള്ള ഈ സംസാരമാകുന്ന സമുദ്രത്തെ അതിക്രമിച്ചിട്ട് ഞാൻ ഭഗവാനെ പ്രാപിക്കുന്നേൻ എന്നാണ് അതിൻ്റെ അർത്ഥം. സംസാരത്തിനെ ഒരു സാഗരമായി കണ്ടിട്ട് അവിദ്യ തിരമാലകളും ഭ്രമം അല്ലെങ്കിൽ നമുക്ക് തെറ്റായിട്ടുള്ള ധാരണയെ ചുഴിയായിട്ടും നമുക്ക് അറ്റാച്ച്മെൻ്റുള്ള സാധനങ്ങളെയൊക്കെ മത്സ്യങ്ങളായിട്ടും പിന്നെ തീയായിട്ട് ക്രോധത്തിനെയും ഉള്ള ഈ സംസാരത്തിനെ ഞാൻ അതിക്രമിച്ചിട്ട് എനിക്കിവിടെ വേണമെന്നില്ല, ഞാൻ ഭഗവാനെ പ്രാപിക്കുകയാണ്, അതുകൊണ്ട് യുദ്ധത്തിന് പോവുകയാണ് പറയുകയാണ്. ക്ലേശാദി പഞ്ചക തരംഗയുധം ഭ്രമാഢ്യം ധാരാത്മജാപ്ത ധന ബന്ധു ചഷാഭിയുക്തം. ചഷഞ്ച മത്സ്യമാണ്, ജലജീവികളാണ് അതൊക്കെ പറഞ്ഞത്. ഏത് നമുക്ക് അറ്റാച്ച്മെൻ്റുള്ള മക്കള്, ഭാര്യ, ധനം, അല്ലേ, ഗൃഹം, ജാതി. ഔർവാനലാഭനിജ രോഷമനംഗജാലം സംസാരസാഗരമതീത്യ ഹരിം വ്രജാമി. ഇതോടെ 10ാം സർഗം കഴിഞ്ഞു. ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡേ 10മ സർഗ. 10ാം സർഗം ഇതോടെ കഴിഞ്ഞു. അതായത് മണ്ഡോദരിയുടെ ഉപദേശം കഴിഞ്ഞ് പിന്നെ രാവണൻ്റെ വാക്ക് ഞാൻ എന്തായാലും യുദ്ധത്തിന് പോകാമെന്ന് പറഞ്ഞ് ആണ് ഇത് നിർത്തുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 11ാം സർഗം നാളെ തുടങ്ങാം. 11ാം സർഗം ഇനിയിപ്പോൾ രാവണനെ കൊല്ലും കൂടി കഴിഞ്ഞാൽ യുദ്ധകാണ്ഡം കഴിഞ്ഞു, പിന്നെ ഉത്തരരാമായണമായില്ലോ. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണ അർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.